വേദി അലങ്കരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചർ രാധ ടീച്ചർ, ഇന്ദിര ടീച്ചർ, സത്യൻ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ടീച്ചറിനെ പരിചയപ്പെടുന്ന അച്ഛൻ രാജഗോപാൽ, മിസ്സിസ് പ്രേമ, ഈ രണ്ട് മക്കളാണ്. മൂത്താള് അമേരിക്കൻ, രണ്ടാമത്താള് ഡോക്ടറാണ്, മോള്. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി കഴിയുന്നു. ടീച്ചർ വാർത്ത പറഞ്ഞ് എന്നെ നന്നായി ആകർഷിച്ചു. ഇതല്ലോ ടീച്ചർ പറഞ്ഞു, ടീച്ചർ പറഞ്ഞ വാക്ക് എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. എന്തറിയോ, കുട്ടികൾ ടീച്ചർക്കുള്ള അഭിമാനം. എനിക്ക് സ്വന്തമായ സ്കൂളാണ് ഹൈദരാബാദ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഞങ്ങളുടെ മുന്നിൽ. അപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ നടക്കുമ്പോൾ വീട്ടിനുള്ളിൽ ചെറിയ കുട്ടികൾ പറയും, മമ്മി സാറ് കൊണ്ട് പറയും. അത് കഴിഞ്ഞ് സ്കൂൾ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഇത് പറഞ്ഞാൽ പണ്ട് എന്നോ പഠിച്ചുപോയ കുട്ടികൾ നമ്മൾ റോഡിൽ കണ്ടു സാറേ പറഞ്ഞ് ഓടി കെട്ടിപ്പോയി. പഴയ കുട്ടികൾ അതിന് വേണ്ടി പുതിയ തലമുറ കഴിഞ്ഞ വർഷം പാസ്ഔട്ടാണ് വിചാരിക്കുക SLC. നമ്മൾ വെണ്ണി കണ്ടു കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിൾ കറിയിച്ച് വരും. ഗുരുവിനോടുള്ള ഭക്തി കമ്മിയിട്ട് പണ്ടത്തെ കുട്ടികൾ നല്ല ഭക്തിയായിരുന്നു. അത് ഓക്കെ. അപ്പോൾ ഞാൻ ആ ടീച്ചർ പറഞ്ഞ വാക്ക് എൻ്റെ അഭിപ്രായം ലോകത്തിലെ ഏറ്റവും പുണ്യമായ പ്രവൃത്തിയുള്ള ടീച്ചർ. ഓക്കെ. രണ്ടാം സംഗതി എല്ലാവരും കൂടി ഒത്തുചേരാൻ സാധിച്ചത് സന്തോഷം. സത്യന് അഭിപ്രായം പറയാൻ പറഞ്ഞു, അതുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റിയ നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ. അപ്പോൾ അതിൽ എനിക്ക് ചെറിയൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. വളരെ ഈക്വൽ ഇൻ ഫ്രണ്ട് ഓഫ് അവർ കമ്മിറ്റി. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ സത്യം കുറേ പ്രപ്പോസൽസ് വെച്ചു, നല്ല അടിപൊളി പ്രപ്പോസൽസാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് നല്ല ഭാവിക്ക് വേണ്ടി സത്യം ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഈ ഇങ്ങനെ ഒരു നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കാൻ കാരണം എൻ്റെ കാര്യമായിട്ട് സത്യനാണ്. അതിനെ ഞാൻ സത്യനെ അഭിനന്ദിക്കുന്നു. വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം അഭിനന്ദിച്ചു, വീണ്ടും അഭിനന്ദിക്കുന്നു. നമ്മളോട് പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ കുടുംബം, മക്കളെ, വേറെ കുട്ടികളുടെ ഉദ്യോഗം, ഇവിടെ 10 രൂപ സമ്പാദിക്കാൻ പറ്റുക, അങ്ങനെ കാര്യങ്ങൾ സത്യത്തിൻ്റെ എല്ലാ ജീവിതത്തിൽ ത്യാഗം ചെയ്ത് ഞങ്ങൾ സംഘം തുടങ്ങിയത് ഞാൻ സത്യനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. ഓക്കെ. താങ്ക് യു വെരി മച്ച് സത്യം. എനിക്ക് പ്രത്യേകിച്ചെന്ന് പറയില്ല. വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കണ്ടുപിടിച്ച് സംസാരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ പുതുതായി പരിചയപ്പെടുന്ന വെച്ചാൽ രാജഗോപാലിൻ്റെ വൈഫ്, വിജയപ്പൻ്റെ വൈഫ്, അബ്ദുൽ അസീസിൻ്റെ വൈഫ്, ഇതൊക്കെയുള്ള പുതിയ എന്നെ സംബന്ധിച്ചുള്ളൂ. അവർക്ക് എല്ലാവരും ഓർമ്മയിൽ വന്നു. ഇപ്പം അബ്ദുൽ അസീസിന് എന്തോ പറയാം, എന്നെ ഓർമ്മ ഉണ്ടായിരുന്നു. വൈഫിന് പറയാറ് പറയാറ് സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ പേര് ഗോവിന്ദകുട്ടി. ഫാമിലി രണ്ട് കുട്ടികളുണ്ട്. രണ്ട് പെൺകുട്ടികളാണ്. മൂത്താൾക്ക് ജോലിയുണ്ട്, ബാംഗ്ലൂരാണ്, പറ്റിയിട്ട്. രണ്ടാമതാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ജോലി കിട്ടിയിട്ടില്ല, ബാംഗ്ലൂരിൽ തന്നെ പറഞ്ഞില്ല. നമ്മളെ 73 ബാച്ചിലെ സ്റ്റുഡൻസും അവരുടെ കുടുംബം അങ്ങനെയുള്ളതാണ് പങ്കെടുക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ കാലത്ത് എനിക്ക് കൂടി അന്നവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കും. പല ഭാഗങ്ങളും നമ്മുടെ കൂടിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ പ്രൊഫസർസ് നമ്മളെല്ലാവരും അംഗീകരിച്ച് കമ്മിറ്റി ഉണ്ടാക്കുക. അതിലുള്ള എല്ലാ ഞാനും ഭാഗമാക്കാൻ എന്ന് പറയാൻ പറ്റിയ ആൾക്കാരോ ഇതൊന്നും ഒരു ഇതില്ല. കഴിഞ്ഞ അത്ര ഉണ്ടായില്ല. പക്ഷേ പ്രാവശ്യവും ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ വിശ്വാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അടുത്തോളം ആൾക്കാരുടെ സാഹചര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചില്ല ഞാൻ കൂടെ ശരിക്കും പറഞ്ഞത്. സത്യം വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ,
രാധ ടീച്ചറുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ബോർഡിലേക്ക് എഴുതാൻ പോയപ്പോൾ ഞാനും അത് തുടർന്ന് ഒന്ന് നീക്കിയൊരു ശബ്ദം ഉണ്ടായി. ടീച്ചർ പരുഷമായിട്ടൊന്ന് നോക്കിയതേ ഉള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ നോട്ടത്തിലൊരു അർത്ഥം ഉണ്ടായിരുന്നു, നിങ്ങളൊന്നും നന്നാകാൻ പോകുന്നില്ല. പിന്നീട് പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ചെറിയൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കും കുടുംബത്തിനും അതിന്റെ സുഖസൗകര്യം. ടീച്ചർ സത്യം, പിന്നെ സദസ്സിലിരിക്കുന്ന സഹപാഠികളുടെ എൻ്റെ കുടുംബാംഗങ്ങളാണ്. ഇങ്ങനെ വർഷത്തിലൊരിക്കലും ഇങ്ങനെയൊരു സംഗമം നടക്കുന്ന, വർഷത്തിലൊരിക്കലല്ല 2 പ്രാവശ്യമൊക്കെ നടത്തിയാലും നമുക്ക് ഇനിയൊക്കെ ഒരു മാനസിക ഉല്ലാസം എന്നുള്ളൊരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വർഷത്തിലൊരിക്കലൊരു ടൂറോ സൗകര്യം ഉണ്ടെങ്കിൽ 1 ഡേ ആയാലും മതി. 1 ഡേ ടൂറ് എന്തെങ്കിലുമൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് കാര്യം ശരിയാണ്. മനസ്സിനൊരു സന്തോഷവും ഇതൊക്കെ തോന്നുന്നൊരു സമയം തന്നെയാണ്. അപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം മാറ്റിവെച്ച് എല്ലാവരും ഒത്തുകൂടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സത്യം, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ടീച്ചർ പുറത്തായിരുന്നു, കുഴപ്പമില്ല. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഈ സമയത്ത് ഇവിടെ കൂടാൻ സാധിച്ചതിൽ സർവശക്തനോട് നന്ദി. ജീവിതത്തില് പലവർക്കും പല വിഷമങ്ങളുണ്ടാവും. ആ വിഷമങ്ങളിൽ ചിലവർക്ക് തരണം ചെയ്ത് ഇവിടെ വരാൻ പറ്റും, ചിലവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അധികം പേരും വരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല, പലർക്കും പല കാരണങ്ങളുണ്ടാവും. പിന്നെ തമാശ പറയില്ല, ഇപ്പോൾ നമ്മളെ പണ്ടത്തെ ജീവിതമാതിരിയല്ല, നമ്മൾ പഠിക്കുന്ന മാതിരിയല്ല. ഇന്നത്തെ സ്കൂളിലൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1 മാസം മുമ്പത്തെ ഒരു സ്കൂളിൽ ഒരു പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ പോയി ഒരു പയ്യൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് എന്താണ്, പുറത്തിറങ്ങി ഞാൻ കാണിച്ചത്. ഞാൻ കാറിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് സാഹചര്യങ്ങൾ ചിലപ്പോൾ യാദൃശ്ചികമായിട്ടൊക്കെ മാറും അറിയാൻ. എന്തായാലും വരാം. അപ്പോൾ മരുമകളും വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഡോക്ടറും അവരുടെ നല്ല അപ്പോൾ മരുമകളെ കുറിച്ച് തന്നെ വരുന്ന അമ്മയെ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. അങ്ങനെ കുറേ ആശകൾ പങ്കുവെച്ചതോടെ വരാൻ പറ്റിയിട്ടില്ല അവർക്ക്. പിന്നെ ഞാൻ കുറേ ചന്ദ്രിക കാരണങ്ങളൊന്നുമില്ല, വരാൻ മടിയാണ്, ഞാൻ വരുന്നില്ല. എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞു. ഞാനിവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജോലിയായി ഇവിടെ തന്നെ വീടൊക്കെ വെച്ചുകൊണ്ട് കുറേ. ഇപ്പോൾ നമ്മുടെ ഈ മീറ്റിങ്ങിൽ നമ്മളെ വേർപെട്ട് വരുന്ന കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ദയവ് ചെയ്ത് ജസ്റ്റ് ഒരു 1 മിനിറ്റ് മൗനം പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നത്. പ്ലീസ്. ഓക്കെ, താങ്ക് യു. നമ്മൾ വിട്ടുപിരിഞ്ഞ കൂട്ടുകാരുടെ ആത്മശാന്തിക്കായി നമ്മൾ കാര്യങ്ങൾ ചെലവഴിക്കാൻ സാധിച്ചതിൽ സന്തോഷം. പിന്നെ എല്ലാവർക്കും നന്ദി പറയേണ്ടത് ആക്ച്വലി സത്യനാണ്. ഞാനിതാ പറയേണ്ടത് എന്താ. അപ്പോൾ ഈ സന്ദർഭത്തിൽ എല്ലാ പണികളും നമ്മൾ എല്ലാവർക്കും വ്യത്യാസം പണികളുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പണികൾ നിർത്തിവെച്ച് ഇവിടെ വന്ന് സഹകരിച്ച ഓരോ വ്യക്തികൾക്കും ആദ്യമായി തന്നെ പറയുന്നത് നമ്മുടെ ടീച്ചർക്കാണ്. രാധ ടീച്ചർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞിട്ട് കൊള്ളാം. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ദിര ടീച്ചർ, സത്യൻ, ഇവരും പ്രത്യേകം നന്ദി പറഞ്ഞ അക്ഷരത്തിൽ നമ്മുടെ കൂട്ടുകാരാണ്. പിന്നെ ഈ വന്ന എല്ലാവർക്കും നമ്മുടെ കൂട്ടായ്മയുടെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എന്താ വെച്ചാൽ ഒത്തിരി പണികളെല്ലാം ഉപേക്ഷിച്ച് പേരക്കുട്ടിയോടെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ശാന്തകല്ല, രാവിലെ ഒറ്റപ്പാലം പോയി പേരക്കുട്ടിയോട് ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി എല്ലാവർക്കും ഒരിക്കൽ കൂടി
ഉപയോഗിക്കുന്ന ഭാഷ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത വർഷം 2026 വീണ്ടും ഫെബ്രുവരിയിൽ ഈ സംഗമത്തിന് വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പരിപാടി കഴിഞ്ഞ് ചോദിക്കാൻ കേട്ടില്ല. ഏത് മാസം മുതലാണ് മാസം വേണ്ടത്? അത് കലണ്ടർ ഇയർ വേണോ അതോ ഫൈനാൻഷ്യൽ ഇയർ വേണോ?